ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 106-ാമത്തെ സങ്കീർത്തനമാണ്. 48 തിരുവചനങ്ങൾ. ഇസ്രായേലിന്റെ അവിശ്വസ്തതയെക്കുറിച്ച്, ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള കാരുണ്യത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പ്രതിപാദിക്കുന്നത്. പുറപ്പാട് മുതൽ ദാവീദ് വരെയുള്ള കാലഘട്ടവും, അബ്രഹാം മുതൽ വാഗ്ദത്ത ഭൂമിയിലെ പ്രവാസം വരെയുള്ള കാലഘട്ടവും, അതിനുശേഷം വിപ്രവാസം വരെയുള്ള കാലഘട്ടവുമാണ് വിവരിക്കുന്നത്. ദൈവജനത്തിന്റെ അവിശ്വസ്തത, ദൈവത്തിന്റെ അനന്ത കാരുണ്യം സങ്കീർത്തകൻ എടുത്തു പറയുന്നു. ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്നത്, മെരീബായിലെ വെള്ളം രുചികരമാക്കി മാറ്റിയത്, മണലാരണ്യത്തിലൂടെ നടന്നപ്പോൾ സംരക്ഷണമായിട്ട് കൊടുത്തത്, അഗ്നിസ്തംഭമായിട്ട് മേഘത്തൂണുകളായിട്ട് കൊടുത്തത്, മന്ന കൊടുത്തത്, അതുപോലെ തന്നെ ഓരോ രോഗങ്ങൾ വന്നപ്പോൾ, മഹാമാരികൾ വന്നപ്പോൾ സംരക്ഷിച്ചത്, ഇതൊക്കെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. എന്നാലും സങ്കീർത്തകൻ പറയുകയാണ്, ഇതിനിടയിൽ ഇവർ ഉടമ്പടി തെറ്റിച്ചു. ഉടമ്പടി പാലിക്കാതെ വന്നപ്പോൾ ദൈവം അവർക്ക് ശക്തമായിട്ടുള്ള താക്കീതുകൾ കൊടുത്തു. കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങളെ മനസ്സിലാക്കാതിരിക്കുന്നത് പാപമാണ് എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തകന്റെ പ്രധാന പ്രാർത്ഥന ഇതാണ്: കർത്താവെ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പഠിപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവർത്തികൾ മറന്നു എന്നത് വലിയ പാപമാണ്. കർത്താവ് ചെയ്തിരിക്കുന്ന അനന്ത കാരുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് സ്തുതിക്കാതിരിക്കുന്നത് ഒരു പാപം തന്നെയാണ്, അവിശ്വസ്തത തന്നെയാണ്. നമ്മൾ എത്രമാത്രം ഉയർന്നവരാണെങ്കിലും, ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നവരാണെങ്കിലും, എളിമയാർന്ന ഹൃദയത്തോടുകൂടി പറയാം, ദൈവമാണ് എന്നെ രക്ഷിച്ചത്, ദൈവമാണ് എന്നെ കാത്തു പരിപാലിക്കുന്നത്. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെയുള്ള ഒരു മനോഭാവം സൃഷ്ടിക്കാം, അതില് ജീവിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.